എൻ്റെ ജീവിതത്തിലെ ഏറ്റവും 26 വർഷമായി ഏറ്റവും മറക്കാനൊക്കാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അവിടെ നിന്നാണ് തുടക്കം. ഈ കഴിഞ്ഞ വർഷം ചെയ്തില്ല, അതിന് മുമ്പ് വർഷം വരെ കോവിഡ് കാലം ഒഴികെ ഏതാണ്ട് 6 ലക്ഷം രൂപയാണ് ഓരോ വർഷവും നമ്മൾ ചിലവാക്കിയത്. അർഹതപ്പെട്ട കുട്ടികളെ കണ്ടുപിടിക്കുകയും അവർക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി. ആദ്യം എൻ്റെ സ്കൂളിൽ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ആശയം സമൂഹത്തിലേക്കും സംസ്ഥാനത്തിലേക്കും പോകുന്ന ചിത്രങ്ങളാണ് എൻ്റെ ഒരു പ്രവർത്തന രീതി. നമസ്കാരം. പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുവാൻ പോകുകയാണ്. കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് എത്തിച്ചേരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കുട്ടികളുടെ മനസ്സറിയുന്ന ഒരു അധ്യാപകൻ നമുക്കുണ്ടെങ്കിലോ? അങ്ങനെ ഒരാളുണ്ട്. ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം VV ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ സുഗതൻ മാഷ്. ഇതിനോടകം തന്നെ സ്കൂളിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞത്. അദ്ദേഹം കുട്ടികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സുഗതൻ മാഷിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. മാഷെ നമസ്കാരം. നമസ്കാരം. ഒരുപാട് കാര്യങ്ങൾ സ്കൂളിന് വേണ്ടി സാറ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം എങ്ങനെയാണ് സാറ് ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കമിട്ടത്? സ്കൂളിൽ ഈ നേച്ചർ ക്ലബിൻ്റെ ഒരു ചാർജ് കിട്ടിയിരുന്നു. അപ്പോൾ നേരത്തെ മുതലേ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ചാർജ് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അന്ന് മുതലാണ് കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയും വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും 26 വർഷമായി ഏറ്റവും മറക്കാനൊക്കാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അവിടെ നിന്നാണ് തുടക്കം. 2012 തോന്നുന്നു. ഒരു മുത്തശ്ശി, തീരെ നടക്കാൻ വയ്യാത്തൊരു മുത്തശ്ശി സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിലെത്തി. അപ്പോൾ അഭിനന്ദിൻ്റെ മുത്തശ്ശിയാണെന്ന് പറഞ്ഞു. അപ്പം വളരെ നല്ല വെയിലുണ്ട്, വളരെ അവശയായിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ അടുക്കെ പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞതുപോലെ മോനെ, ഇവരുടെ അമ്മ മാനസിക പ്രശ്നമുള്ളതാണ്, അച്ഛൻ ഇട്ടിട്ട് പോയി, ഞാനാണിപ്പോൾ എല്ലാം നോക്കുന്നത്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി, ഇത്തരം കുറേയധികം കുട്ടികൾ കാണുമല്ലോ, അപ്പോൾ ഇത്തരം കുട്ടികളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്ന പദ്ധതിയിൽ വന്നത്. അതുപ്രകാരം ഈ കഴിഞ്ഞ വർഷം ചെയ്തില്ല, അതിന് മുമ്പ് വർഷം വരെ കോവിഡ് കാലം ഒഴികെ ഏതാണ്ട് 6 ലക്ഷം രൂപയാണ് ഓരോ വർഷവും നമ്മൾ ചിലവാക്കിയത്. അർഹതപ്പെട്ട കുട്ടികളെ കണ്ടുപിടിക്കുകയും അവർക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി. സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ആ വർഷത്തെ ഒരു കുട്ടിക്ക് 10,000 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ഇല്ല എന്ന് തന്നെ പറയാം. അതെ, അതൊരു വലിയ അഭിമാനകരമായ കുറേ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പറ്റും. താങ്കളുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അത് കുട്ടികൾക്ക് ഏറെ പ്രയോജനമാകുന്നുണ്ട്, മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്നുണ്ട്. വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദ്യം എൻ്റെ സ്കൂളിൽ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ആശയം സമൂഹത്തിലേക്കും സംസ്ഥാനത്തിലേക്കും പോകുന്ന ചിത്രങ്ങളാണ് എൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ ഏറ്റവും അധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു സംഭവമാണ് ഈ തിരക്കേറിയ റോഡിന് സൈഡ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഫ്രണ്ടിൽ കൈവരിയും നടപ്പാതയും നിർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ സ്കൂളിൽ ഒരു അപേക്ഷ കൊടുത്തു. അന്നത്തെ മന്ത്രി G. സുധാകരൻ സാർ 8 ലക്ഷം രൂപ അനുവദിച്ചു. 2 മാസത്തിനുള്ളിൽ അവിടെ നിർമ്മാണം കഴിഞ്ഞു. വാഹനങ്ങളുടെ സുരക്ഷ. അതായത് കുട്ടികൾ ഈ രാവിലെയും വൈകുന്നേരം നല്ല തിരക്കാണല്ലോ, അപ്പോൾ അവർ ഈ റോഡിലോട്ട് എടുത്തിയാടുന്ന ഒരു സ്വഭാവമാണ്, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലെ ഒരു കുട്ടി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകരുത് ഒരു കാഴ്ചപ്പാടിലാണ് ഇത് സംസ്ഥാന തലത്തിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ് ബലാവകാശ കമ്മീഷനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും നിവേദനം കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ പദ്ധതി നടപ്പാക്കി തുടങ്ങി. 30 കോടിയുടെ പദ്ധതിയാണ് അത് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ അഭിമാനമുണ്ട്. പിന്നെ ഇടപെട്ടെന്ന് പറഞ്ഞാൽ വിഷം തീണ്ടിയ ഉച്ചഭക്ഷണത്തിലെ പച്ചക്കറിക്കെതിരെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പുറത്തുനിന്നുള്ള പച്ചക്കറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ വർഷങ്ങളായിട്ട് നിരന്തരമായി ഈ പച്ചക്കറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ കൊണ്ടുവന്നിട്ടാണ് ഇതിനെതിരെ പോരാട്ടം നടത്തിയത്. അതൊരു നീണ്ട വർഷക്കാലത്തെ പോരാട്ടമായിരുന്നു. ഇതേ കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ വകുപ്പ് ഭക്ഷണ മെനു മാറ്റിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ ഭക്ഷണം പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറി പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഒരു തലമുറയെ മുഴുവനും ആരോഗ്യമുള്ള തലമുറയെ മാറ്റാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇടപെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അവധി ദിവസങ്ങൾ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യദിനം, ഒക്ടോബർ 2, റിപ്പബ്ലിക് ഡേ, ഈ ദിവസങ്ങളിൽ അധ്യയനം നടത്തണമെന്നുള്ളതാണ്. അത് പുസ്തകം സാധാരണ ദിവസം പോലെ പുസ്തകം പഠിക്കാനല്ല,
ആ ദിനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, അഭിമുഖങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ, അതുമാത്രം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആ സമയം വീട്ടിലിരിക്കുക, ഭൂരിഭാഗം കുഞ്ഞുങ്ങളും വീട്ടിലിരിക്കുക, ഒരു കാര്യമില്ല, അവർ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആയിരിക്കുമെന്ന്. നേരെ മറിച്ച് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇത്തരം സ്വാതന്ത്ര്യം കിട്ടിയ എങ്ങനെ റിപ്പബ്ലിക് ഡേയുടെ പ്രാധാന്യം ഇതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് അങ്ങനൊരു പിന്നെ ഇപ്പം അധ്യാപകരൊക്കെ ഭൂരിഭാഗം എനിക്കെതിരാണ്. പക്ഷേ അതിൻ്റെ സംഭവം ഇതാണ്, അന്ന് അധ്യയനമില്ല, ഈ ദിവസങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് വിവിധ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അടുത്തത് ഈ കലാകായിക പീരീഡുകൾ, മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കരുത്. കാരണം ഈ കുഞ്ഞുങ്ങൾ പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, അല്ലേ? അങ്ങനെ ഒരു കുട്ടി ഒരു സമൂഹത്തിൽ ഒരു സംഭാവന ആ കുട്ടിക്ക് നൽകാൻ കഴിയില്ല. ആരോഗ്യമുള്ള മനസ്സുണ്ടാകണം, ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാകണം. അതിന് കലാകായിക പീരീഡുകൾ അത്യാവശ്യമാണ്. പുസ്തകം മാത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത്തരം മേഖലയിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വ്യക്തിയെ നമ്മുടെ സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് കലാകായിക പീരീഡുകൾ, മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കരുതെന്നുള്ള ആ ഒരു ഉദ്യമനത്തിന് മുന്നിൽ ഞാൻ പ്രവർത്തിച്ചത്. അത് ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ അതായത് ആ കലാകായിക പീരീഡുകൾ കവർന്നെടുക്കുന്ന ഏതെങ്കിലും അധ്യാപകനുണ്ടെങ്കിൽ ആ അധ്യാപകനെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷനും ഉത്തരവിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതായത് നമുക്ക് നേരിട്ടുള്ള കാണുന്ന ഓരോ അനുഭവങ്ങളാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത്. അതെല്ലാ അധ്യാപകർക്കും ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് അതിനോടൊരു താല്പര്യവും പ്രതിബദ്ധതയും, ഞാൻ മാത്രമല്ല ഇഷ്ടംപോലെ അധ്യാപകർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഏതായാലും ഇപ്പം പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഇത്തവണ സാർ എന്താണ് പുതിയ ഒരു ലക്ഷ്യം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. എനിക്ക് പൊതുസമൂഹത്തോട്, വിദ്യാഭ്യാസ അധികൃതരോട്, അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളോട്, സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരോട് പറയാൻ ഒരു സന്ദേശമുള്ളത്, നമ്മുടെ ഈ സ്കൂളുകളിൽ വിവിധ തര പരിപാടികൾ എല്ലാ സ്കൂളിലും നടക്കാറുണ്ട്, LP മുതൽ ഹയർ സെക്കൻഡറി വരെ. പക്ഷേ അവിടെയൊക്കെ ഈ ജനപ്രതിനിധികളായിട്ട് വരുന്നവരും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ കുട്ടികളുടെ മനസ്സറിയാതെ സംസാരിക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് ദഹിക്കാത്ത പല കാര്യങ്ങളും അവർ മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ NSS, SPC തുടങ്ങിയ പോലീസുകാരുടെ അല്ലെങ്കിൽ വടി എടുത്തുകൊണ്ടിരിക്കുന്ന സാറുമാരുടെ നടുക്ക് ഇങ്ങനെ പേടിച്ച് വരണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ നേരിട്ട് കാണുന്നതാണ് പല സ്കൂളുകളിലും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഈ വരുന്ന അതിഥികൾ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലുമൊക്കെ സ്വകാര്യങ്ങൾ സംസാരിക്കാനും, കഥകൾ, ചെറിയ കഥകളോ ചെറിയൊരു കവിതയോ താൻ പണ്ട് സ്കൂളിൽ പോയൊരു ചെറിയ അനുഭവമോ മതി. കുട്ടികൾക്കത് ഇഷ്ടമാണ്, കുട്ടികൾ ശ്രദ്ധിക്കും. നേരെ മറിച്ച് നമ്മൾ 2 കോടിയുടെ റോഡ് പണിഞ്ഞു, 3 കോടിയുടെ കെട്ടിടം പണിഞ്ഞു, മൂത്രപ്പുര അവിടെ സംഭാവന ചെയ്തു, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല, അവരെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് അവരോട് സംവദിക്കാൻ കഴിയണം. ഈ ഇപ്പോഴത്തെ ഉത്തരവിലുണ്ട്, അതായത് നമ്മുടെ ഇപ്പോൾ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഉത്തരവിറങ്ങിയായിരുന്നു, അതിനകത്ത് പ്രത്യേകം ഒരു വരി അതാണ്, കുഞ്ഞുങ്ങളുമായി ദീർഘനേരം സംസാരിക്കാതെ കുഞ്ഞുങ്ങളുമായി സംവദിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ഞാൻ ഈ അടുത്ത വർഷം ഇടപെടാൻ പോകുന്നത്, നമ്മുടെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും, കോളേജ്, സ്കൂൾ ഉൾപ്പെടെ എല്ലാ വിദ്യാലയങ്ങളിലും സോളാർ പാനൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഈ പുതിയ സർക്കാരിന് അപേക്ഷ കൊടുക്കണം. കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല പ്രത്യേകതയുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യക്ഷ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം നേരിട്ട് കാണാനും അവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാനും, ഇപ്പോൾ സോളാർ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സ്കൂളിൽ പ്രത്യക്ഷമായിട്ട് വരുമ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടും, കുട്ടികളും ശ്രദ്ധിക്കും, സമൂഹവും ശ്രദ്ധിക്കും. അതൊരു വലിയ പരസ്യം കൂടിയാണ്. അതിലുപരി സർക്കാരിൻ്റെ ഈ ഭാരിച്ച വൈദ്യുതി ബില്ല് ഒഴിവാക്കുവാനും ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ എല്ലാം വലിയ കെട്ടിടങ്ങളാണല്ലോ, വൈദ്യുതി ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ AC ആക്കണമെന്ന് കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AC ഒക്കെ ആക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ കറണ്ട് ചാർജ് വേണ്ടേ. അപ്പോൾ അത് ഒരു നല്ല ഒരാശയമാണെന്നുകൊണ്ട് അതിന് ഇടപെട്ടിട്ടുണ്ട്, അപേക്ഷ അയച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത്, നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായി മലപ്പുറം പാങ് LP സ്കൂളിൽ ഈ കഴിഞ്ഞ വെക്കേഷനിൽ ഒരു 11 പരം അധ്യാപകർ നമുക്ക് നഷ്ടമായി. അപ്പോൾ ആ അധ്യാപകരെ ഒന്ന് ഓർക്കണം. അതിനുവേണ്ടി ഞാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു മെയിൽ അയച്ചു. ഈ പ്രവേശനോത്സവ ദിവസം എല്ലാ സ്കൂളുകളിലും ഇവരെ ഓർക്കാൻ ഒരു നിമിഷം മാറ്റിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശം അയച്ചിട്ടുണ്ട്. അതൊരു നല്ലതല്ലേ? അത് നമ്മുടെ കൂടെയുള്ള അധ്യാപകരാണ്. ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനൊരു നിർദ്ദേശം കൂടെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ അധ്യാപകരും കുട്ടികളുമായിട്ട് ഒരു നല്ല റാപ്പോ സൃഷ്ടിക്കണം. ഇല്ലെങ്കിൽ അവർ പഠിപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. കേവലം പുസ്തകത്താൽ നിന്ന് കിട്ടുന്ന അറിവുകൾക്കപ്പുറം ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അവരുമായിട്ട് കുശലാന്വേഷണം നടത്താൻ, അവരുടെ രാവിലെ വല്ലതും കഴിച്ചോ ചോദിച്ചാൽ മതി. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പീര് തുടങ്ങാവൂ എന്നൊരു ആഗ്രഹം, ഒരാശയം
എനിക്കുണ്ട്. അത് മാനസികമായിട്ട് ഒരുപാട് ഗുണം ചെയ്യും കുട്ടികൾ. തീർച്ചയായിട്ടും പല കുട്ടികളും അയ്യോ ആ സാറുണ്ടെങ്കിൽ ഞാനവിടെ പോകുന്നില്ല, ഈ ടീച്ചറുണ്ടെങ്കിൽ ഞാനവിടെ പോകുന്നില്ല എന്ന രൂപത്തിൽ പല രക്ഷിതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എല്ലാ അധ്യാപകരും അവർക്ക് പല വിഷമ പ്രതിസന്ധികളും വിചാരങ്ങളും ഒക്കെ കാണും. പക്ഷേ അത് ക്ലാസ് റൂമിൽ കയറുമ്പോൾ അവർ കുഞ്ഞുങ്ങളോട് എപ്പോഴും ചിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒഴിവാകും. അല്ലേ? കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഷയം കുട്ടി പഠിച്ചിരിക്കും. അതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം പറയുവാണ്, പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ ഈ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സാർ പങ്കെടുപ്പിക്കാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം കേരളത്തിലെ പ്രതിഭകളായ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി, അവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് പ്രതിഭാമരപ്പട്ടം അവാർഡ്. സുഗതകുമാരി ടീച്ചറിൻ്റെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ്. ആദ്യ കാലഘട്ടത്തിൽ അത് വീടുകളിലായിരുന്നു കൊണ്ട് കൊടുത്തിരുന്നത്. പിന്നീട് ഇപ്പോൾ ആ കുട്ടി ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് അവിടെയാണ് കൊടുക്കുന്നത്. കൊടുത്ത മൊത്തം മന്ത്രിമാരും ഗവർണറും മറ്റ് കളക്ടറും ഒക്കെയാണ് അങ്ങനെ ഒരു പരിപാടി ചെയ്തു. അതുപോലെ ഇപ്പം ഞാൻ മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നാൽ പോരാ, എന്നോട് പ്രവർത്തിക്കുന്ന നിരവധി അധ്യാപകർ കേരളത്തിലുണ്ട്. അപ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനും കൈപിടിച്ച് ഒന്ന് ഉയർത്തുന്നതിനും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി ഈ ട്രസ്റ്റിൻ്റെ പേരിൽ തന്നെ ഗുരുജ്യോതി പുരസ്കാരം എന്ന് പറഞ്ഞൊരു അവാർഡൂടെ ഞങ്ങളുടെ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഗംഭീര പരിപാടിയായിട്ട് അത് നടന്നു പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സ്കൂളിലും സമൂഹത്തിനും സംസ്ഥാനത്തൊട്ടുക്ക് ഉള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്തിലൂടെ നിരവധി അധ്യാപകർ മുന്നോട്ട് വരട്ടെ, അതിലൂടെ നിരവധി കുട്ടികൾ നമ്മുടെ ആരോഗ്യമുള്ള ഒരു തലമുറ തന്നെയായി മാറട്ടെ നമ്മുടെ കേരളത്തിലെ കുട്ടികളെന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ താമസിക്കുന്നത് ശാസ്താംകോട്ട പഞ്ചായത്തിലാണ്. ഈ കാലയളവിൽ നിരവധി പുരസ്കാരങ്ങൾ നമ്മുടെ എളിയ പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അത് 2018 സംസ്ഥാന അധ്യാപക അവാർഡ്, 2021 സംസ്ഥാന വനമിത്ര അവാർഡ്, ഗ്ലോബൽ ടീച്ചർ അവാർഡ്, അതുപോലെ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം അവാർഡ്, ഡോക്ടർ BR അംബേദ്കർ അവാർഡ്, ഇപ്പം അവസാനമായിട്ട് പിന്നെ പത്തനംതിട്ടയിലെ ആചാര്യ അവാർഡ്, സംസ്ഥാന അവാർഡാണ്, അതും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ ഓർക്കുന്നില്ല, നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാട്ടൊക്കെ പാടുമോ? ചെറുതായിട്ട് ഒരു 4 വരി പാട്ട് പാടുമോ? ഞാനത് പറയുമ്പോൾ സംഗീത വാസനയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പള്ളിക്കുടം TV മ്യൂസിക് ബാൻഡ് എന്ന് പറയുന്ന ഗാനമേള ട്രൂപ്പ് നടത്തുന്നുണ്ട്. അതാ കുട്ടികളെ വെച്ചാ? കുട്ടികളും സാർമാരും മാത്രമാണ് അതാ കാര്യം. പറഞ്ഞു വന്നപ്പോൾ ഈ സാറിനേലും ഇല്ലാത്തൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ പാട്ട് 2 വരി. പൂനുള്ളി കുമ്പാളക്കുമ്പിൽ നിറഞ്ഞു, ആലകളിൽ പാലമൃതാലകിടു ചുരന്നു, മാമ്പൂമണവും കുളിരും മാടി വിളിക്കേ, കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു, വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി, ആകാശപ്പൂ മുടി ചൂടി, മുകിലാരപ്പട്ടു ചുറ്റി, ഓണത്താറാടി വരുന്നേ. ഏതായാലും വലിയ ആശയങ്ങളുമായാണ് സുഗതൻ മാഷിൻ്റെ ഔദ്യോഗിക ജീവിതം കടന്നു പോകുന്നത്. അദ്ദേഹം കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ അത് വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാലയങ്ങൾക്കുമൊക്കെയായി മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിരന്തരമായ ഒരു പരിശ്രമം, നിരന്തരമായ ഒരു പോരാട്ടമൊക്കെ സുഗതൻ മാഷ് അങ്ങനെ തുടരുകയാണ്. സാറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.